Hi friends, welcome back to AlanAjax Creationz. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പിൾ പൈ ആണ്. McDonald'sലൊക്കെ കിട്ടുന്ന ആപ്പിൾ പൈ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോകാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് McDonald'sലെല്ലാം കിട്ടുന്ന മാതിരിയുള്ള ആപ്പിൾ പൈ ആണ്. അതിന് വേണ്ടത് ആപ്പിൾ, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആപ്പിൾ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു മുട്ട വേണം, ബ്രെഡ് ക്രംസ് വേണം, പിന്നെ വേണ്ടത് ബ്രെഡ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ആപ്പിളിൻ്റെ തൊലി നമുക്ക് തൊലി എടുക്കണം. അതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആപ്പിള് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ച് അതിലേക്ക് ഈ ആപ്പിൾ ഇടാണ്. ആപ്പിൾ ഇട്ടിട്ട് നമ്മൾ അതിനെ പൾപ്പാക്കി എടുക്കണം. സ്ലോയിൽ വെച്ചിട്ട് അത് വേവിക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി കരിഞ്ഞ് പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ആപ്പിൾ ഇതാ നന്നായി വെന്ത് നല്ല ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആപ്പിൾ കുറച്ച് വലിയ പീസായി ഇട്ടുപോയത്, അത് കാരണം കുറച്ച് സമയം അധികം എടുത്തു. ഏറ്റവും ചെറിയ പീസാക്കി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും. ഞാൻ ഇട്ടത് കുറച്ച് വലുതായി പോയി. ഏറ്റവും ചെറിയ പീസായിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ചോപ്പ് ചെയ്ത് വിടാം, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ പെട്ടെന്നായി കിട്ടും. ഇതെനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു ഇതാവാനായിട്ട്, ഇങ്ങനെ വെന്ത് ഇങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കോൺഫ്ലോർ എടുത്ത് വെച്ചതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമായിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ആവണം കേട്ടോ. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഭാഗവും നന്നായി മിക്സായി. ഇനി ഇത് നമുക്ക് നമ്മുടെ ആപ്പിളിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ച് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അത് ഇട്ട് കഴിക്കാനും ഷുഗർ ഇട്ട് കഴിക്കാനും നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അത് പൊട്ടിച്ചൊഴിക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ബ്രെഡ് എപ്പോഴും സാൻഡ്വിച്ച് ബ്രെഡ് ആണെങ്കിൽ കുറച്ചും കൂടി സൈസ് കിട്ടും, അല്ലെങ്കിൽ ചെറുതായി വരും എന്ന് മാത്രം. ഇവിടെ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ അരിക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അരിക് കട്ട് ചെയ്തത് കളയണ്ട, അത് വെച്ച് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ പറ്റും. അത് നന്നായി ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിനെ നമ്മുടെ ചപ്പാത്തി കോല് വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നന്നായി പ്രസ്സായി കിട്ടും. ഇനി നമുക്ക് ഇപ്പോൾ നമ്മളിനി ബ്രെഡ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അരികിൽ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുട്ടയുടെ ഇതൊന്ന് പരട്ടി കൊടുക്കുക. അങ്ങനെ അരികിൽ മാത്രം 4 അരികിലും പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് ഉണ്ടല്ലോ ആപ്പിളിൻ്റെ, അത് ഈ സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങോട്ട് മടക്കി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചിട്ട് നമ്മൾ ഈ ഫോർക്ക് വെച്ചൊന്ന് അമർത്തി കൊടുക്കുക. കുറച്ച് ഞാൻ ഇട്ടത് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. കുറച്ച് കുറയ്ക്കണമെങ്കിൽ ഇത് ആപ്പിളിൻ്റെ മിക്സ് ഇട്ടത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ കുറച്ച്
ഇതാക്കിയിട്ട് നന്നായി ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒട്ടിച്ചത് നമ്മൾ മുട്ടയിൽ മുക്കി, നമ്മൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കണ മാതിരി മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതെല്ലാം നമ്മളിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണത് മുട്ടയിൽ മുക്കണം. നമ്മൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്ന മാതിരി ഈ മുട്ടയിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അതങ്ങനെ തന്നെ ബ്രെഡ് ക്രംസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലും ഡിപ്പ് ചെയ്തെടുക്കണം. നമ്മൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്ന മാതിരി തന്നെ. ഈ പ്രോസസ്സ് ശരിക്കും നമ്മൾ കട്ട്ലൈറ്റ് ചെയ്യുന്ന പോലെ തന്നെ. അതിൻ്റെ മേലെ, ബ്രെഡിൻ്റെ മേലെ നിറയെ ബ്രെഡ് ക്രംസ് വീഴുന്ന മാതിരി ആക്കണം, സൈഡിലും എല്ലാം. അപ്പോഴാണ് അതിനൊരു ക്രഞ്ചി ടേസ്റ്റ് വരുള്ളൂ. അതിന് ശേഷം അത് നമ്മൾ എണ്ണയിലേക്ക്, ചൂടായ എണ്ണയിലേക്ക്, എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അതേ അടുത്തതും കൂടി ഇടാൻ പോവാണ്. നമുക്ക് ആദ്യം ഇട്ടത് ആയോ എന്ന് നോക്കാം. ആദ്യം ഇട്ടത് ഒരു സൈഡ് ആയിട്ടുണ്ട്, ഇനി മറ്റേ സൈഡും കൂടി ആയാൽ മതി. തീ എപ്പോഴും മീഡിയം ടു ലോ ഇട്ടാൽ മതി, ഹൈ വെക്കരുത്. ഹൈ വെക്കുമ്പോൾ പെട്ടെന്നാവും, ഇത് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും, നോക്കി ചെയ്യണം. അപ്പോൾ നമ്മുടെ ആപ്പിൾ പൈ റെഡി ആയിട്ടുണ്ട്. അത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുത്തത്. കൂടുതൽ എണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അരികെല്ലാം ഒന്നുകൂടി ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ ഇതാ ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പിൾ പൈയുടെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇരിക്കണേ. നല്ല ജ്യൂസി ആയിട്ടുണ്ട് ഉൾഭാഗം, പുറം നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇരിക്കുക. ക്രഞ്ചി ആയിട്ടോ. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി ആപ്പിൾ പൈ ആണ്. അപ്പം നമ്മുടെ മെക്ഡൊണാൾഡിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് ഉണ്ട് ആപ്പിൾ പൈക്ക്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.